ചുണ്ടൻ വെള്ളവും അതിനൊപ്പം സൗന്ദര്യ തികവോടുകൂടി തന്നെയാണ് എത്തുന്നത്. മെയ്യും മനസ്സുമായിട്ടാണ് മാധവി. നിരണം ചുണ്ടൻ വള്ളത്തെ നമ്മളൊന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ തവണ പ്രസിഡന്റ് ട്രോഫി തൂക്കിയ ക്ലബ്ബാണ്. പ്രസിഡന്റ് ട്രോഫി കൊല്ലത്ത് നടക്കുന്ന മനോഹരമായ അഷ്ടമുടിക്കായലിൽ നടക്കുന്ന പ്രസിഡന്റ് ട്രോഫി തൂക്കിയ ടീമാണ്. കഴിഞ്ഞ സീസണിൽ CBL ഇത് ചാമ്പ്യൻസ് ബോട്ട് ക്ലബിൽ മൂന്നാമതെത്തിയ ടീമാണ് നിരണം. നിരണത്തിനാകെ 3 വർഷമേ പ്രായമാകുന്നുള്ളൂ. പക്ഷേ എങ്കിൽ പോലും നിരണം ഇക്കുറി നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്ത ടീമാണ്. വരുന്നു 5ാമത്തെ ഹീറ്റ്സ് ആരംഭിച്ചിരിക്കുന്നു. 1ാമത്തെ ട്രാക്കിലുള്ള നിരണത്തെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണേ. 1ാമത്തെ ട്രാക്കിലുള്ള നിരണത്തെ ഒന്ന് ശ്രദ്ധിച്ചോണേ. 3ാമത്തെ ട്രാക്കിലുള്ള പുണ്യാളനെയും 4ാമത്തെ ട്രാക്കിലുള്ള ആർപ്പൂക്കിരച്ചുണ്ടനെയും പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങളൊന്ന് കണ്ടുവെച്ചോളൂ. നിരണം ചുണ്ടൻ കഴിഞ്ഞ തവണ പ്രസിഡന്റ് ട്രോഫി എടുത്ത വള്ളമാണ്. റജി അടിവാക്കൻ പ്രസിഡന്റും ബിജു വർഗീസ് സെക്രട്ടറിയും മത്തായി ട്രഷറുമായിട്ടുള്ള വള്ള സമിതിയാണ്. വള്ളത്തിന്റെ ഊർജം നിരണം പിടിച്ചിരിക്കുന്നു. നിരണം 3 വർഷമേ ആവുന്നുള്ളെങ്കിലും നിരണം ബോട്ട് ക്ലബ്ബ് കഴിഞ്ഞ തവണ പ്രസിഡന്റ് ട്രോഫി തൂക്കിയ നിരണം ഇക്കുറി തുടക്കത്തിൽ തന്നെ ആ സൂചനകൾ നൽകുന്നുണ്ട്. 1ാമത്തെ ട്രാക്കിലുള്ള നിരണം ഇപ്പോൾ ആദ്യ പോയിന്റ് കടന്നു കുതിക്കുമ്പോൾ ആരവള്ളപ്പാട് മുന്നിൽ തന്നെയാണ്. ഒപ്പം പുണ്യാളം നിരണവും ആർപ്പൂക്കര ചുണ്ടനും ഒപ്പത്തിനൊപ്പം 2ാം സ്ഥാനത്തും കുതിക്കുന്നുണ്ടെങ്കിലും നിരണം ചുണ്ടൻ തന്നെയാണ്, നിരണം ബോട്ട് ക്ലബിന്റെ നിരണം ചുണ്ടൻ തന്നെയാണ് 1ാം സ്ഥാനത്ത് കുതിക്കുന്നത്. ഇത്തവണ ഈ വള്ളംകളിയുടെ സ്പെയിനാണ് യഥാർത്ഥത്തിൽ നിരണം എന്ന് പറയുന്നത്. ഈ വള്ളംകളിയുടെ സ്പെയിൻ എന്ന് വേണമെങ്കിൽ പ്രേക്ഷകരെ പറയാം. അത്ര അടക്കവും ഒതുക്കവുമുള്ള ഒരു ടീമായിരുന്നു. 3 വർഷമേ ആവുന്നുള്ളെങ്കിൽ പോലും കുതിക്കുന്നുണ്ട്. 4ാം ട്രാക്കിൽ നിന്ന് ഒരു ആർപ്പോവിളി നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. നിരണം ചുണ്ടനെ പിന്നിട്ട് കുതിച്ചിട്ടുണ്ടോ അതോ എന്നുള്ളത് നമുക്ക് അടുത്ത ക്യാമറ ആംഗിളിൽ കാണാം. പക്ഷേ നിരണം ചുണ്ടൻ തന്നെയാണ് ഈ ഘട്ടത്തിൽ മുന്നിൽ. ആർപ്പൂക്കരയും കുതിക്കുന്നു 4ാം ട്രാക്കിൽ. KG എബ്രഹാം നേതൃത്വം നൽകുന്ന നിരണം ബോട്ട് ക്ലബിന്റെ നിരണം ചുണ്ടനിത നിരണം ബോട്ട് ക്ലബും പുണ്യാളനും ആർപ്പൂക്കര ചുണ്ടനും ഏറ്റുമുട്ടുമ്പോൾ നിരണം ആദ്യഘട്ടത്തിൽ ഇത് അഭിമാന പോരാട്ടമാണ്. അഭിമാന പോരാട്ടം. നിരണം വിട്ടുകൊടുക്കുന്നില്ല. നിരണം മുന്നോട്ട്. നിരണം കുതിച്ചു കയറുകയാണ്. ആർപ്പൂക്കരയും പുണ്യാളനെയും പുറകിലാക്കിക്കൊണ്ട് നിരണം ചുണ്ടൻ വിട്ടുകൊടുക്കാൻ മനസ്സില്ല. നിരണം കുതിച്ചു കയറുന്നു. 1ാം ട്രാക്കിൽ നിരണം, 3ാം ട്രാക്കിൽ പുണ്യാളം നിരണം, 4ാം ട്രാക്കിൽ ആർപ്പൂക്കര ചുണ്ടനും 3ഉം ഒപ്പത്തിനൊപ്പം. കോട്ടയക്കാരുടെ വള്ളങ്ങൾ, 2 കോട്ടയം ടീം തുഴയുന്ന വള്ളത്തെ നിരണം വള്ളത്തിന്റെ 1ാം തുഴയ്ക്ക് ഇരിക്കുന്ന അജീഷ് കോട്ടയംകാരനാണ്. ആ കോട്ടയംകാരൻ 2 കോട്ടയം വള്ളങ്ങളെ പിന്നിലാക്കിക്കൊണ്ട് കുതിച്ചു പായുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ബൈജു കുട്ടനാട് ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള നിരണം വള്ളത്തിന്റെ കോട്ടയം വള്ളങ്ങളെ പിന്നിലാക്കിക്കൊണ്ട് നിരണമിതാ പായുകയാണ്. നിരണമിതാ തീപിടിപ്പിക്കുകയാണ്. പുന്നമടയുടെ പുളകങ്ങൾ ചാർത്തിക്കൊണ്ട് അരുൺ സമയക്രമം വരുന്നുണ്ട്. അതിന്റെ ഇടയിൽ മേൽപ്പാടം 4:14, നടുഭാഗം 4:16, വിയ്യപുരം 4:20. ഇഞ്ചോടിഞ്ചാണ് 3 വള്ളങ്ങൾ. മറ്റ് സമയക്രമം പിന്നാലെ. നിരണം വിട്ടുകൊടുക്കത്തില്ല. നിരണം മുന്നോട്ട്. ആർപ്പൂക്കര മുന്നോട്ട്. KGBC നിരണം, പുണ്യാളം നിരണം, ആർപ്പൂക്കര ചുണ്ടൻ. 3 കളിവള്ളങ്ങൾ. എന്തൊരു പോരാട്ടം, വാശിയേറിയ പോരാട്ടം. ഫൈനൽ ബർത്തിലേക്ക് 3 പേരും ഫൈനൽ ബർത്തിലേക്ക് കടക്കുമോ എന്നൊരു ആവേശമാണ്. ഇത് അത്ഭുതങ്ങൾ നടക്കുകയാണ് സുഹൃത്തുക്കളെ. ജലോത്സവ പ്രേമികൾ കണ്ടും നട്ടിരിക്കുന്ന കാഴ്ച. ഇതാണ് ഫൈനൽ, ഇതാണ് കളി, ഇതാണ് വള്ളംകളി. പനന്തുഴ കൊണ്ട് വെള്ളത്തുള്ളികളെ ആകാശത്തിലേക്ക് എറിഞ്ഞുകൊണ്ട് ഇതാ 3 ചില രാജാക്കന്മാർ കത്തിപ്പടരുകയാണ്. പുളിമൂടിന്റെ ലീഡിംഗ് ക്യാപ്റ്റൻസിൽ പുണ്യാളൻ
മുക്കിയിട്ട് ഫൈനൽ പേർത്ത്